തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ് പൊള്ളാച്ചി. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും അടുത്തായതുകൊണ്ട് സുഖകരമായ കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പൊഴിൽ വൈഡ്ചി, അതായത് സൗന്ദര്യത്താൽ അനുഗ്രഹീതം എന്ന വാക്കാണ് കാലക്രമേണ പൊള്ളാച്ചിയായി പരിണമിച്ചത്. ദക്ഷിണേന്ത്യൻ സിനിമകളുടെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഒന്നാണ് പൊള്ളാച്ചി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്തയും പൊള്ളാച്ചിയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞങ്ങൾ താമസിച്ച ഇടമാണ് നിവേദാസ് ഇൻ എന്ന ലോഡ്ജ്. പഴയ ലോഡ്ജിന് പുതുരൂപം നൽകിക്കൊണ്ടാണ് നിവേദാസ് ഇൻ പുതുവർഷത്തെ വരവേൽക്കുന്നത്. ഇദ്ദേഹം അവിടുത്തെ ജീവനക്കാരനാണ്. നല്ല സ്നേഹമുള്ള ഒരാൾ. പൊള്ളാച്ചിയിൽ ഇനിയും വരണം. വരുന്നെങ്കിൽ ഇവിടെ തന്നെ റൂം എടുക്കാൻ തന്നെയാണ് തീരുമാനവും. നല്ല സർവീസ്. കോണ്ടാക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പൊള്ളാച്ചിയിൽ നിന്നും മൂന്നാറിലേക്കുള്ള ദൂരം 112.2 കിലോമീറ്ററാണ്. പാലക്കാട്ടേക്കുള്ളതാണെങ്കിൽ 45.4 കിലോമീറ്ററും അതിരപ്പള്ളിയിൽ നിന്നും പൊള്ളാച്ചിയിലെത്താൻ 152.7 കിലോമീറ്ററുമാണ് ദൂരപരിധി. വിമാനമാർഗമാണെങ്കിൽ പൊള്ളാച്ചിയിലെത്താൻ കോയമ്പത്തൂരാണ് എയർപോർട്ടുള്ളത്. കോയമ്പത്തൂരിൽ നിന്നും പൊള്ളാച്ചിയിലെത്താൻ 41.6 കിലോമീറ്ററാണുള്ളത്. ട്രെയിൻ മാർഗമാണെങ്കിൽ പൊള്ളാച്ചി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ഹലോ, എൻ്റെ പേര് രമേശ്, പൊള്ളാച്ചി നിവേദ ലാഡ്ജ് റിസപ്ഷനിസ്റ്റ്. സാർ, എൻ്റെ പേര് മഹേശ്വരൻ. ഞാൻ ഇവിടുത്തെ നിവേദ ലാഡ്ജിലെ മാനേജറാണ്. ഉണ്ടാവും ലാസ്റ്റ് 20 ഇയേഴ്സാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു. ഇത് ഓറഞ്ച് തന്നെയാണോ?
തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം. കേരളത്തിലേക്ക് ഈ അതിർത്തി കടന്നു വന്നാൽ ഇത് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായി. ഈ റൂട്ടിലൂടെയുള്ള യാത്ര കുറച്ച് റിസ്കി ആയി തോന്നി. വളരെ വീതി കുറവുള്ള റോഡ്, ടാർ ചെയ്തിട്ടുണ്ടെങ്കിലും വഴിയുടെ എഡ്ജ് വളരെ പൊങ്ങിയിട്ടാണുള്ളത്. വണ്ടിയുടെ അടി തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇടയ്ക്ക് കണ്ട ഒരു വെള്ളച്ചാട്ടമാണ്. അങ്ങ് ദൂരെ കാടിനുള്ളിലാണ് അതിമനോഹരമായ വെള്ളച്ചാട്ടം കണ്ടത്. ഇത് ഏത് വാട്ടർഫാളാണ് എന്നറിയില്ല. മറയൂർ ചന്ദനക്കാട് കടന്നപ്പോൾ തന്നെ കിട്ടിയ സൈറ്റാണ്. കുറച്ച് മ്ലാവിൻ കൂട്ടങ്ങൾ പുല്ലു തിന്നുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ വലുതും ചെറുതുമായ ഒട്ടനവധി വെള്ളച്ചാട്ടങ്ങൾ കണ്ട് ആസ്വദിച്ചാണ് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വണ്ടി ഓടിച്ചു പോന്നത്. ഇടയ്ക്കിടെ മൂത്തവളുടെ കയ്യിൽ ക്യാമറ കൊടുത്ത് പോകുന്ന വഴി കാഴ്ചകൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. ആള് വലിയ ത്രില്ലിലുമായി. ഞാനങ്ങനെ അവൾക്ക് ക്യാമറ കയ്യിൽ കൊടുക്കാറൊന്നുമില്ല. എന്തായാലും പൊള്ളാച്ചി യാത്രയിൽ അവളിലുള്ള ക്യാമറക്കാരിയെ എടുത്തു പുറത്തേക്കിട്ടു. ഉച്ച കഴിഞ്ഞാണ് മൂന്നാർ എത്തിയത്. അവിടെ നിന്നും ഫുഡ് കഴിച്ചു. പൊള്ളാച്ചിയിൽ നിന്നും പിള്ളേർക്ക് ഇഡലി പാഴ്സൽ വാങ്ങിയതുകൊണ്ട് വിശപ്പിനെ ഒരുവിധം പിടിച്ചു നിർത്തി. ദൈവാനുഗ്രഹത്താൽ രുചികരമായ ഭക്ഷണം തന്നെ കിട്ടി. പിന്നീട് ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി പിള്ളേർക്ക് ചോക്ലേറ്റ് വാങ്ങി. അടിമാലി എത്തുമ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. നേര്യമംഗലം എത്തുന്നതിന് മുമ്പ് കൊച്ചു ചായക്കടയിൽ കയറി ചായ കുടിച്ചു തളർച്ച മാറ്റി.
നെയ്യാറ്റൂരിൽ എത്തിയപ്പോൾ ബ്ലോക്കും കിട്ടി. ക്രിസ്തുമസ് കാർണിവൽ നടക്കുന്നത് കൊണ്ടുള്ള തിരക്കാണ്. അങ്ങനെ ഒരു ഹാപ്പി ജേർണി ലഭിച്ച സന്തോഷത്തിൽ തിരക്കുകളെ വകഞ്ഞു മാറ്റി വീട്ടിലേക്ക്.